കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇടും, ഷോള് പോലത്തെ ഒരു സാധനം. അതെന്റെ തലയിൽ കൂടി ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നീ ഇതിങ്ങനെ ഇങ്ങനെ പൊക്കണം, മനസ്സിലായോ? ഇങ്ങനെ പൊക്കണം. പൊക്കുമ്പോ എന്നെ കാണുമ്പോ തന്നെ ഞാൻ കരഞ്ഞോണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ എന്നെ അവിടെ വെച്ച് കാണത്തില്ലേ, ഞാൻ ഇങ്ങനെ വരുന്നതായിട്ട് എന്റെ എൻട്രിയുടെ സമയത്ത്, അപ്പൊ തന്നെ അങ്ങ് കരഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ ഈ കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടത്തില്ലേ, അങ്ങനെ ഇടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാലൊക്കെ തൊട്ടിങ്ങനെ നമസ്കരിക്കും. അപ്പൊ നീയും എന്ത് ചെയ്യണമെന്ന് അറിയോ? തിരിച്ചും എന്റെ കാല് തൊട്ട് ഇങ്ങനെ നമസ്കരിക്കണം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആക്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ അയ്യോ എന്ത് കാണിക്കുന്ന എണീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയും. ചിലപ്പം നീ കാല് തൊട്ട് കഴിയാൻ വരുമ്പോൾ എല്ലാവരും പിടിച്ച് മാറ്റാനൊക്കെ നോക്കും. പക്ഷെ നീ അങ്ങനൊന്നും ചെയ്യരുത്. നീ ഇങ്ങനെ കാല് തൊട്ടവിടെ കിടന്നോ. സ്റ്റേജിലേക്ക് വരുന്ന ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ടല്ലോ, എൻട്രൻസിന്റെ സമയത്ത് നീ എന്നെ കണ്ടിട്ട് അയ്യോ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ താലി കെട്ടുമ്പോൾ കരയണം, സിന്ദൂരം ഇടുമ്പോൾ കരയണം, വരമാല ഇടുമ്പോൾ കരയണം, വീട്ടിലേക്ക് എന്നെ വിളിച്ച് കയറ്റുമ്പോൾ കരയണം. അങ്ങനെ എപ്പോഴും കരഞ്ഞോ. കല്യാണത്തിന് നീ വേറെ ഒന്നും ചെയ്യണ്ട, കരയണം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ നീ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കല്യാണത്തിന് സ്റ്റേജിൽ ഫ്രണ്ട്സ് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, അപ്പൊ നീയും വന്നിട്ട് ഡാൻസ് കളിക്കണം.